ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി രേവതി പുതിയ ടെൻറ്റൊക്കെ കെട്ടുന്നുണ്ട്. ആ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് അത് കണ്ടുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് പറയാനുള്ളത് സച്ചി രേവതി ആ ടെൻറ്റിനൊക്കെ നന്നായിട്ട് സന്തോഷിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് അമ്പിളി മാമ വരുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്, നോക്ക് അമ്പിളി മാമ എത്ര നേരം ഉള്ളിലായിരുന്നു, ഇപ്പോൾ പുറത്തേക്ക് വന്നു, അന്നത്തെ പോലെ ഇപ്പോൾ പുറത്തേക്ക് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി അത് കണ്ടിട്ട് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രവി എല്ലാവരോടും കുടുംബാംഗങ്ങളോടും എല്ലാവരോടും പറയുന്നുണ്ട്, ഇവിടെ ഞാൻ ഒരു റൂം മേലെ എടുക്കാൻ തീരുമാനിച്ചു, മുകളിൽ ഒരു റൂം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളെ വിചാരിച്ചിട്ടാണ് മേലെ റൂം എടുക്കണമെങ്കിൽ ആ റൂം വേണ്ട, ഞങ്ങൾക്ക് പട്ടുമെത്തിയും റൂമൊന്നും വേണ്ട അച്ഛാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര അവിടുന്ന് പറയുന്നുണ്ട്, അട്ടയെ പിടിച്ച് എത്രയായാലും മെത്തയെ കടത്തി അത് മെത്തയിൽ കടക്കില്ല രവിയേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രേവതിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. വല്ലാതെ ചന്ദ്രയോട് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അട്ടയ്ക്ക് അറിയാം മെത്ത അതിന് ഒരിക്കലും സ്ഥിരമുള്ളതല്ല, അതൊരു ശ്വാസത അല്ലാതെന്നൊക്കെ അട്ടയ്ക്ക് അറിയാമെന്നൊക്കെ വല്ലാതെ ദേഷ്യം വന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചിക്ക് അത് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. രേവതിയോട് പറയുന്നുണ്ട്, കൈ തായോ പറഞ്ഞ് ഷേക്കൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.